ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി.എസ്. ഏലിയറ്റ് എഴുതിയ ദ വേസ്റ്റ് ലാൻഡ് എന്ന പോയമാണ്. ടി.എസ്. ഏലിയറ്റ്, തോമസ് സ്റ്റേൺസ് ഏലിയറ്റ് 1888 ജനിച്ച് 1965 അദ്ദേഹം മരിച്ചു. 76 ഇയേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ന്യൂ ലേണേഴ്സിന് വേണ്ടിയിട്ട് ടി.എസ്. ഏലിയറ്റിനെയും ജോർജ് ഏലിയറ്റിനെയും നമുക്ക് മാറാതിരിക്കണം. ബിക്കോസ് ജോർജ് ഏലിയറ്റ് ഒരു വുമൺ റൈറ്ററായിരുന്നു. മേരി ആനി ഇവാൻസ് എന്നായിരുന്നു അവരുടെ റിയൽ നെയിം. 19th സെഞ്ച്വറിയിൽ സ്ത്രീകൾ എഴുത്തിന് അത്ര വലിയ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടും ഒരു നോട്ടബിളായിട്ട് അത് മാറാത്തതുകൊണ്ടും ജോർജ് ഏലിയറ്റ് എന്നവർ പേര് മാറ്റുകയായിരുന്നു. എന്നാൽ ടി.എസ്. ഏലിയറ്റ് ഒരു മെയിൽ റൈറ്ററാണ്. ഫസ്റ്റ് ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ടി.എസ്. ഏലിയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ മോഡേണിസ്റ്റ് പ്ലേ റൈറ്റർ ആൻഡ് എസ്സേയിസ്റ്റ്, പോയറ്റ്, ഇവയെല്ലാം കൂടിയാണ് ടി.എസ്. ഏലിയറ്റ്. അദ്ദേഹം 20th സെഞ്ച്വറിയിലെ ലിറ്ററേച്ചർ ലീഡിങ് പേഴ്സൺ കൂടിയാണ്. നോബൽ പ്രൈസ്, അതേപോലെ തന്നെ ലിറ്ററേച്ചറിന് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്ന ഓർഡർ ഓഫ് മെറിറ്റ്, ഇവയെല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മോർ ദാൻ 10 ലാംഗ്വേജസ് അറിയാമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം മിത്തോളജിയും അതുപോലെ തന്നെ ലെജൻഡ് വർക്ക്സുകളൊക്കെ ഉദ്ധരിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കുകൾ. അദ്ദേഹം ഒരു സ്ട്രോങ് ബിലീവർ ഓഫ് ട്രഡീഷൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കാണ് ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു വിറ്റ്നസ് കൂടിയായിരുന്നു. 1914 സ്റ്റാർട്ട് ചെയ്ത് 1918 സ്റ്റോപ്പ് ചെയ്ത ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു വിറ്റ്നസ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അതർ നോട്ടബിൾ വർക്ക്സ് ആണ് ദ ലവ് സോങ് ഓഫ് ആൽഫ്രഡ് പ്രഫോക്ക്, അതുപോലെ തന്നെ 4 ക്വാർട്ടറ്റ്സ്, മേർഡർ ഇൻ ദ കാത്തഡ്രൽ ആൻഡ് ദ കോക്ടെയിൽ പാർട്ടി. ഇവ രണ്ടും അദ്ദേഹത്തിൻ്റെ വളരെ ഫേമായിട്ടുള്ള ഡ്രാമകളാണ്. അദ്ദേഹം ആകെ കൂടി 7 ഡ്രാമാസാണ് എഴുതിയിരിക്കുന്നത്. ഇനി വേസ്റ്റ് ലാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 1922 വേസ്റ്റ് ലാൻഡ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു ലെങ്തി പോയമാണ്, ഒരു നറേറ്റീവ് പോയമാണ്, ഒരു എപ്പിക് പോയമാണ്. 434 ലൈൻസാണ് ദ വേസ്റ്റ് ലാൻഡ് എന്ന പോയത്തിനുള്ളത്. 20th സെഞ്ച്വറിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ വർക്ക് കൂടിയാണ് ദ വേസ്റ്റ് ലാൻഡ്. ഒരു മോഡേണിസ്റ്റ് പോയട്രി കൂടിയാണ് വേസ്റ്റ് ലാൻഡ്. വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് എ ലാൻഡ് ഓഫ് ഡ്രൗട്ട് വേർ ലിറ്റിൽ വിൽ ഗ്രൗ, ഒന്നും വളരാത്ത ഒരു തരിശ് നിലം എന്നാണ് വേസ്റ്റ് ലാൻഡിൻ്റെ മീനിങ്. ഇമേജിസം ആൻഡ് സിംബോളിസം ഇവയാണ് കൂടുതലായിട്ടും വേസ്റ്റ് ലാൻഡിൽ നമ്മുടെ നരേറ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് വാറിന് ശേഷമുള്ള ഒരു യൂറോപ്പിൻ്റെ പിക്ചറാണ് ഈ പോയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് 5 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ലോങ് പോയത്തിനെ തന്നെ 5 പാർട്സ് ആയിട്ട് ഓരോ ഹെഡിങ് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 5 പാർട്സ് ഏതൊക്കെയാണ്? ദ ബറിയൽ ഓഫ് ഡെഡ്, ദ ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സെർമോൺ, ഡെത്ത് ബൈ വാട്ടർ, വാട്ട് ദ തണ്ടർ സെഡ്. ഇവയാണ് ഈ 5 പാർട്സ്. ഇതിൽ ടി.എസ്. ഏലിയറ്റ് ഹൺഡ്രഡ്സ് ഓഫ് അല്യൂഷൻസ് റെഫർ ചെയ്തിട്ടുണ്ട്. 30 റൈറ്റേഴ്സിൻ്റെ ഹൺഡ്രഡ്സ് ഓഫ് അല്യൂഷൻസ് ഈ പോയത്തിൽ റെഫർ ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജെഫറി ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ്, ഡാൻറ്റയുടെ ഇൻഫേർനോ, ഷേക്സ്പിയറിൻ്റെ ഒരുപാട് വർക്ക്സുകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, ഒതല്ലോ, ഹാംലെറ്റ്, ഇവയെല്ലാം റെഫർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. മെറ്റാമോർഫോസിസ്, ഓവിഡ് എഴുതിയ മെറ്റാമോർഫോസിസ്, എഡ്മണ്ട് സ്പെൻസറുടെ പ്രോതലാമിയോൺ, ഇതിലെ തേംസ് എന്ന ഒരു നദി റിവറിനെ കുറിച്ചൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഹോമറിൻ്റെ ഒഡീസി. ഇവയെല്ലാം ഇതിൽ വരുന്ന അല്യൂഷൻസ് ആണ്. ഈ പോയം ഒരു സിംഗിൾ സ്ട്രൈറ്റ് ഫോർവേഡ് മീനിങ്ങിലല്ല എഴുതിയിരിക്കുന്നത്. ഒരു ഡയറക്റ്റ് വേയിലൂടെ അല്ല പോയം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ലേയേഴ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ്. നമുക്ക് ഒരു ഇമേജിസമാണ് നൽകുന്നത്, അതിൽ റീഡറാണ് നൽകേണ്ടത് അതിനുള്ള ഇൻ്റർപ്രിട്ടേഷൻ. അതുപോലെ തന്നെ ഏലിയറ്റിൻ്റെ ഫേവറായിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ കോട്ട്സുകൾ അദ്ദേഹത്തിൻ്റെ ഈ പോയത്തിൽ നൽകിയിട്ടുണ്ട്. ഫ്രേസ്, ഇമേജസ്, മെറ്റാഫേഴ്സ് ഇവയെല്ലാം. പിന്നെ ഒരു പോയട്രിയുടെ ഒരു സ്ട്രോങ് ആൻഡ് കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒരു ഫീലിങ്സാണ്. അതുപോലെ തന്നെ മെമ്മറി ഇവയെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാസ്റ്റിൽ കഴിഞ്ഞു പോയതും ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളും പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പോയം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എസ്ര പൗണ്ടാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എസ്ര പൗണ്ടാണ്. അതുപോലെ തന്നെ പോയട്രി, വേസ്റ്റ് ലാൻഡ്, ബുദ്ധിസവും ഹിന്ദുയിസവും ഒക്കെ മിങ്കിൾ ചെയ്തുകൊണ്ട് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ടി.എസ്. എലിയറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ബുദ്ധിസം ആൻഡ് ഹിന്ദുയിസം, ഇതിലെ ഒരുപാട് ടേംസ് എല്ലാം ടി.എസ്. എലിയറ്റ് ഈ പോയത്തിൽ നൽകിയിട്ടുണ്ട്. ദ ബറിയൽ ഓഫ് ഡെഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജോഫറി ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസിനെ അലീഷൻ ചെയ്തുകൊണ്ടാണ്. ചോസർ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ഈസ് ദ സ്വീറ്റസ്റ്റ് മന്ത് എന്നാണെങ്കിൽ ടി.എസ്. എലിയറ്റ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ഈസ് ദ ക്രുവലസ്റ്റ് മന്ത് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ബിക്കോസ് ഏപ്രിൽ എന്ന് പറയുന്നത് പുതിയ മഴയൊക്കെ കിട്ടി ഒരു ഏർത്തിൻ്റെ ഒരു റിന്യൂവലാണ്. പുതിയ വിത്തുകളെല്ലാം മുളച്ച് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എന്നാൽ പോസ്റ്റ് വാറിന് ശേഷം യൂറോപ്പിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു ഡ്രൗട്ടായിട്ട് ഒന്നും ഒരു എക്സ്പെക്റ്റേഷൻസ് ഇല്ലാത്ത ഒരു മാസമാണ് എന്നാണ് പോയറ്റ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് വാറിന് ശേഷം മരണമാണ്, ഡെത്ത് ഈസ് മോർ ഗുഡ് ദാൻ ലീവ്സ്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് മരിക്കുന്നതാണ് എന്നാണ് അവിടുത്തെ പീപ്പിൾസിൻ്റെ ഒരു മൈൻഡ് എന്നും പോയറ്റ് നൽകുന്നു. അതുപോലെ തന്നെ ദ ബറിയൽ ഓഫ് ഡെഡ്, ശവ സംസ്കാരം എന്നാണ് അതിൻ്റെ മീനിങ്. യുദ്ധം നശിപ്പിച്ച ഭൂമിയിൽ നിങ്ങൾ കുഴിച്ചിട്ട ബോഡീസ് അത് കിളിർത്തുവോ അതോ തളിർത്തുവോ എന്ന് എലിയറ്റ് ചോദിക്കുന്നു. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ലൈൻസ് എന്ന് പറയുന്നത്, മനുഷ്യപുത്ര ഈ ചുവന്ന പാറയുടെ നിഴലിലേക്ക് വരൂ, ഒരു പിടി പൊടിയിൽ ഞാൻ നിനക്ക് ഭയം എന്തെന്ന് കാണിച്ചു തരാം. ബറിയൽ ഓഫ് ഡെഡിൻ്റെ ഒരു 25th ലൈനാണ്, ദർ ഈസ് ഷാഡോ അണ്ടർ ദിസ് റെഡ് റോക്ക്, കം ഇൻ അണ്ടർ ദ ഷാഡോ ഓഫ് ദിസ് റെഡ് റോക്ക് ആൻഡ് ഐ വിൽ ഷോ യു സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ഐദർ your shadow at morning striding behind you, or your shadow at evening rising to meet you. I will show you fear in a handful of dust. യുദ്ധത്തിൻ്റെ ഭീകരത എന്താണ് എന്നും രക്തം ചിന്തുന്നതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണ് എന്നുമൊക്കെ റീഡറെ പോയറ്റ് ഇതിലൂടെ ഒരു അവയർനെസ് നൽകുന്നു. അതുപോലെ തന്നെ മറ്റു പോയത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടാണ് വേസ്റ്റ് ലാൻഡിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഒരു സ്റ്റോറി ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല പോയം കടന്നു പോകുന്നത്. വാറിന് ശേഷമുള്ള ഒരു ഓവറോൾ പിക്ചറാണ് പോയത്തിൻ്റെ ഒരു ഓവറോൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പരസ്പരം ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഈ പോയത്തിലെ ലൈനുകൾക്ക് കാണാൻ കഴിയില്ല. റീസൺ നഷ്ടപ്പെട്ട ഒരു മോഡേൺ വേൾഡിൻ്റെ പിക്ചറാണ് പോയം നൽകുന്നത്. മീനിങ്ലെസ് ആണ് മോഡേണിറ്റിയുടെ ഒരു ഭാഗം എന്ന് എലിയറ്റ് തൻ്റെ കവിതയിലൂടെ പറയുന്നു. മറ്റു പോയത്തിൽ നിന്നും എലിയറ്റ് ഒരുപാട് ലൈൻസ് എടുത്ത് ഇത് വേസ്റ്റ് ലാൻഡിൽ യൂസ് ചെയ്ത് അതിൻ്റെ റിച്ച്നെസ്സും ഫ്ലറിഷ്നെസ്സും കൂട്ടിയിട്ടുണ്ട്. സെക്ഷുവാലിറ്റി ഈസ് ദ അതർ തീം ഓഫ് ദിസ് പോയം. അതായത് ലവ് ലാസ്റ്റിംഗ് സെക്ഷുവാലിറ്റി ദാറ്റ് ഈസ് ടു ഹൊറിബിൾ എന്ന് പോയറ്റ് പറയുന്നു. ഇത് പ്രൂവ് ചെയ്യാൻ മറ്റനേകം കവിതകളും മിത്തോളജി സ്റ്റോറീസും പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇമാജിസമാണ് പോയറ്റ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ ഡയറക്റ്റ്ലി പറയാതെ ഓരോ കഥകളിലെയും മിത്തോളജികളിലെയും പിക്ചേഴ്സ് തരുന്നു. അത് കൂട്ടി വായിച്ച് റീഡർ ഒരു അർത്ഥം ക്രിയേറ്റ് ചെയ്യുക എന്ന് സാരം.
ഇതാണ് ഇമേജിസത്തിൻ്റെ ഒരു സ്റ്റൈൽ. വളരെ ഡിഫറെൻ്റായ ഇമേജിലൂടെ പോയം കടന്നു പോകുന്നു. വേസ്റ്റ് ലാൻഡിൽ ഫിഷർ കിങ്ങിൻ്റെ ഒരു മിത്ത് യൂസ് ചെയ്തിരിക്കുന്നു. രാജാവിൻ്റെ ഫോൾട്ട് മൂലം ഡ്രൈഡ് ആയ ഒരു ദേശത്തിൻ്റെ സ്റ്റോറിയും. ഇവിടെ പോയറ്റ് ഡ്രൈഡ് എന്ന് പറയുന്നത് യൂറോപ്പിനെയാണ്. ഇതിനൊരു സൊല്യൂഷൻ ഏലിയറ്റ് കാണുന്നത് ഉപനിഷത്തിലൂടെയാണ്. ഇന്ത്യയുമായി ഏലിയറ്റിന് വളരെ വലിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഹിന്ദുയിസം, ബുദ്ധിസം ഇതെല്ലാമാണ് ഏലിയറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. യൂറോപ്യൻ സിറ്റീസിന് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടുതൽ നൽകുക, കൂടുതൽ ദയുള്ളവരാകുക, കൂടുതൽ ആത്മനിയന്ത്രണം പാലിക്കുക. അതായത് ടു ഗിവ് ടു അതേഴ്സ് മോർ ആൻഡ് ബി കൈൻഡ് ടു അതേഴ്സ് ആൻഡ് കൺട്രോൾ ടു അവർ സെൽസ്. ഇതായിരുന്നു ഏലിയേറ്റിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. ശാന്തി മന്ത്രം ഉരുവിട്ടാണ് പോയം അവസാനിക്കുന്നത്. ശാന്തി 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 എന്ന് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടാണ് പോയം അവസാനിക്കുന്നത്. മനുഷ്യനുള്ള കാലത്തോളം, ലിറ്ററേച്ചർ മരിക്കാത്ത കാലത്തോളം ഏലിയേറ്റിൻ്റെ ഈ കവിതയും നിലനിൽക്കും. ഈ 5 പാർട്സിൻ്റെയും ഒരു സ്മോൾ സമ്മറി എന്ന് പറയുന്നത് ബറിയൽ ഓഫ് ഡെഡ്. സ്വന്തം ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒറ്റപ്പെടുന്ന ഹ്യൂമൻ സിറ്റുവേഷനെ കുറിച്ചും ലോൺലിനെസ്സിനെ കുറിച്ചും പറയുന്നു. ദ ഗെയിം ഓഫ് ചെസ്, അൺസക്സസ്ഫുൾ ലവ് ആൻഡ് സെക്ഷുവാലിറ്റി, ദ ഫയർ സെർമോൺ, കണ്ടംപററി സൊസൈറ്റി അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഡെലിക്വൻസി ഇസ് നോട്ട് എ ന്യൂ ഫെനോമിനൻ. Modernal cruelty is not a small thing, we cannot erase that. Death by water, how can we escape from this devastate? നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും, ഈ ദുഷ്ടതയിൽ നിന്നും, നമുക്ക് നാശോന്മുഖത്തിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാനാകും? What the thunder said, ഹൊറിബിളും ആയിട്ടുള്ള ലൈഫിൽ നിന്നും രക്ഷപ്പെടാൻ ത്യാഗം, അതായത് സാക്രിഫൈസിലൂടെ മാത്രമേ കഴിയൂ എന്ന് ഇന്ത്യൻ ഉപനിഷത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഏലിയറ്റ് പറയുന്നു. അതുപോലെ തന്നെ റിയൽ ലൈഫിനെയും മരിച്ചതുപോലെയുള്ള ജീവിതം, ലൈവ് ആസ് ഡെഡ്, ഇതിനെ കമ്പാരിസൺ ചെയ്യുന്നു. തൈറാസിയാസ്, നപുംസകം, അതായത് യൂഞ്ച്, എല്ലാം അറിയാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ബ്ലൈൻഡ്നെസ്, വേസ്റ്റ് ലാൻഡിൽ താമസിക്കുന്നവർക്ക് അവരുടെ ലൈഫിൻ്റെ കുറവായി കണക്കാക്കുന്നു. ഇന്നർ മൈൻഡ്, ഡ്രെഡ്നെസ്, മനുഷ്യനെ വിൻ്ററിലെ തണുപ്പിൽ മരവിച്ച പോലെ, ഫ്രസ്ട്രേഷൻ പോലെ ആക്കി തീർക്കുന്നു. ഏലിയറ്റ് അല്യൂഷൻ നടത്തുന്നത് തേംസ് നദിയോടാണ്. Centuries ago, the river pointing royalty and aristocracy of England, Thames evoke historical and personal memories. എഡ്മണ്ട് സ്പെൻസറുടെ എപ്പിത്തലാമിയൻ എന്ന പോയത്തിൽ ഇൻസ്പയർ ആയിക്കൊണ്ട് റൈറ്റർ നടത്തിയ ഒരു യൂസേജാണത്. അതായത് തേംസ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റോയൽറ്റിയെയും അതുപോലെ തന്നെ ഒരു പ്രൗഢിയെയും സൂചിപ്പിച്ചിരുന്ന റിവറാണ്. എന്നാൽ ഇന്നത് ഫലപുഷ്ടിയില്ലാതെ വളരെ ഡ്രൈഡ് ആയിക്കൊണ്ട് ഒഴുകുന്നു എന്നാണ് പോയറ്റ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പോയത്തിൻ്റെ ഒരു ഓവറോൾ സമ്മറിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 434 ലൈൻസ് ഉള്ള ഒരു പോയം ഒരു 10-15 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഓവറോൾ സമ്മറി എന്ന നിലയ്ക്കാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.